സുഹൃത്തുക്കളെ, വർഷം ഓർമ്മയില്ല, 10-15 വർഷമായിട്ടുണ്ടാവും ഞാൻ റാസിസിനെയും റാസിസിന്റെ കൂട്ടുകാരെയും ഒക്കെ പരിചയപ്പെട്ടിട്ട്. തുറമുഖവുമായി ബന്ധപ്പെട്ട സമര പരിപാടികളിലാണ്, അതിലൂടെയാണ് ഈ പരിചയം. അത് കഴിഞ്ഞ് മിക്കവാറും എല്ലാ പോരാട്ടങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ആ ചെറിയ കൂട്ടുകാർ, കുഞ്ഞു കൂട്ടുകാർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി ധാരാളം പരിപാടികൾ, പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയയാണ്. ഞങ്ങൾക്ക് വലിയ റോൾ അതിനകത്തില്ല. അവിടെ അവരുടെ സാന്നിധ്യം ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിലും അതോടൊപ്പം പല വികസന പ്രവർത്തനങ്ങളിലും, ടെക്നോ പാർക്കിന്റെ കാര്യത്തിലായാലും വിമാനത്താവളത്തിന്റെ കാര്യത്തിലായാലും വലിയ പങ്കാണ് ട്രിവാൻഡ്രം ഇന്ത്യൻ എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സർക്കാർ മടിച്ചു നിൽക്കുന്ന സമയത്ത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സിനോടൊപ്പം ട്രിവാൻഡ്രം ഇന്ത്യൻ എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമവും ആ ചെറുപ്പക്കാരും മുന്നിട്ടിറങ്ങുകയാണ്. ട്രിവാൻഡ്രം ക്യാപിറ്റൽ റീജിയനിലോട്ട് നിക്ഷേപം കൊണ്ടുവരുവാൻ, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, ലാൻഡ് കണ്ടെത്താൻ, അതുപോലെ കൈപിടിച്ച് ഒരു ഹാൻഡ് ഹോൾഡിംഗ്, ഇൻവെസ്റ്റേഴ്സിന് ഒരു ധൈര്യം നൽകി ഹാൻഡ് ഹോൾഡിംഗ് നൽകി നിക്ഷേപം ക്യാപിറ്റൽ റീജിയനിലോട്ട് കൊണ്ടുവരാൻ, അതിനുവേണ്ടി അവര് ട്രിവാൻഡ്രം ഇന്ത്യൻ എന്ന് പറയുന്ന സൈറ്റിനോടൊപ്പം ട്രിൻഫ്ര എന്ന് പറയുന്ന ഒരു അഡീഷണൽ സൈറ്റ് കൂടി ഇന്നു മുതൽ ലോഞ്ച് ചെയ്യുകയാണ്. ലോകം മുഴുവൻ ട്രിവാൻഡ്രത്തിന്റെയും സമീപ ജില്ലകളുടെയും ക്യാപിറ്റൽ റീജിയന്റെ വികസനത്തിന് സാധ്യമാകുന്ന, ആക്കം കൂട്ടുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ട്രിവാൻഡ്രം ഇന്ത്യൻ പോരാളികളെ അഭിവാദ്യം ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് ഈ നഗരത്തെയും ക്യാപിറ്റൽ റീജിയനെയും കേരളത്തെയും ഇന്ത്യയെയും നമുക്ക് ലോകത്തിൽ 1ാം സ്ഥാനത്തെത്തിക്കാൻ പരിശ്രമിക്കാം. അതിനുവേണ്ടി ട്രിവാൻഡ്രം ഇന്ത്യൻ നടത്തുന്ന ഈ ശ്രമം, ട്രിൻഫ്ര എന്ന് പറയുന്ന പുതിയ പരിശ്രമത്തെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ വിനയത്തോടെ ആ പുതിയ വെഞ്ചർ ഉദ്ഘാടനം ചെയ്തതായി പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊരു ഭാവിയിലേക്കുള്ള തുടക്കമാണ്.